ഞാൻ രജിത്തേട്ടനെ വിളിച്ചിരുന്നു. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 4 വർഷമായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം ഉണ്ടായിരുന്ന ഒരാളാണ് രജിത്തേട്ടൻ, രജിത് കുമാർ. ഞാൻ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഞാൻ സംസാരിക്കാറേ ഇല്ല ആ വിഷയത്തിൽ. കാരണം എനിക്ക് സംസാരിക്കാൻ പോലും താല്പര്യമില്ലാതിരുന്ന ഒരു വിഷയമായിരുന്നു അത്. പക്ഷെ ഇപ്രാവശ്യത്തെ ഗെയിം കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നത് എന്റെ ഭാഗത്തും ഉണ്ട് മിസ്റ്റേക്ക്. ഞാൻ അത് തിരിച്ചറിയുന്നതുകൊണ്ടോ പറയാണ്. അന്ന് ആ ഗെയിമിന്റെ അകത്തായിരുന്നു ഞാൻ. ഈ രജിത്തേട്ടനും ഞങ്ങള് 16 കണ്ടസ്റ്റൻസ് ഒരുമിച്ച് ഒരു മതിലിന്റെ ഉള്ളിലായിരുന്നു. അപ്പോ ഇദ്ദേഹം പറയുന്നതിനെയോ എന്ത് സെൻസിലാണ് പറയുന്നതെന്ന് എനിക്കോ അദ്ദേഹം എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് അദ്ദേഹത്തിനോ തിരിച്ചറിഞ്ഞിട്ടാണോ ഇത് ഗെയിം മാത്രമായിരുന്നു ലക്ഷ്യം. അതിനകത്ത് ചില കാര്യങ്ങളൊക്കെ ഒരു ഗെയിം എന്നുള്ള നിലയ്ക്ക് അപ്പുറമാണ് ഞാൻ കണ്ടിരുന്നത്. അങ്ങനെ ഇപ്പോഴാണെങ്കിലും ഞാൻ അതിനെ അങ്ങനെ കാണുള്ളായിരിക്കും. പക്ഷെ അത് അവിടെ വെച്ച് തീരേണ്ടതായിരുന്നു. ഇപ്രാവശ്യം രജിത്തേട്ടൻ പോയി ഗെയിം കണ്ടു കഴിഞ്ഞപ്പോ നന്നായി കളിച്ചതുപോലെ തോന്നി. എല്ലാവരോടും ആ ഗെയിമിന് ശേഷം നിന്നിട്ട് സ്നേഹമായിട്ട് പെരുമാറിയതുപോലെ തോന്നി. അടിസ്ഥാനപരമായിട്ട് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആഗ്രഹം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കപ്പെടുക എന്നുള്ളത് തന്നെയാണല്ലോ. ഈ ഇതിനകത്ത് കളി കാണാറുണ്ടോ? ഇപ്പൊ ബിഗ് ബോസ് കാണാറുണ്ട്. ഇപ്പൊ അഖിലുണ്ട്, അതേപോലെ ശോഭയുണ്ട്, റിനോഷ് ഉണ്ട്, അങ്ങനെ കുറച്ച് സ്ട്രോങ് എന്ന് നമ്മൾ കരുതുന്ന കുറച്ച് കണ്ടസ്റ്റൻസും ഒക്കെ ഉണ്ട്. ശരിക്കും ആരൊപ്പമാണ് മനസ്സ് നിൽക്കുന്നത്? ഞാൻ ആരുടെ ഒപ്പമല്ല. ഇതൊരു ഗെയിം അല്ലേ. അത് ഇപ്പൊ നമുക്കൊരു ക്രിക്കറ്റ് പോലെ പെട്ടെന്ന് അവസാനിക്കുന്നില്ല. ഇന്നൊരാള് ഫോം ആണെങ്കിൽ നാളെ അയാള് അത്ര ഫോമിലായിരിക്കില്ല. ഇതൊരു 100 ദിവസത്തെ ഒരു ഗെയിം അല്ലേ. അപ്പോ ഇപ്പൊ എനിക്ക് പേഴ്സണലി ഇഷ്ടം അഖിൽ മാരാറിന് ഇഷ്ടമാണ് ആസ് എ ഗെയിമർ. റിനോഷിന് ഇഷ്ടമാണ്. ഇപ്പോഴുള്ള കുട്ടികളൊക്കെ നന്നായിട്ട് ഗെയിം പഠിച്ചിട്ടാണ് വന്നത്. എനിക്ക് ഇവരെ രണ്ടുപേരെയാണ് ഏറ്റവും കൂടുതലായിട്ട് ഇഷ്ടം. പക്ഷെ ശോഭ ഫൈറ്ററാണ്, ആണുങ്ങളോടൊപ്പം തന്നെ ഗെയിംസിലൊക്കെ ഫൈറ്ററാണ്. ക്യാമറ ബോധത്തില് സംസാരിക്കുന്നത് പോലെയൊക്കെ പലപ്പോഴും ക്യാമറയുണ്ട്, ഞാൻ അത് പറഞ്ഞാൽ ശരിയാവില്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയാം എന്ന് കരുതി സംസാരിക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ അതിൽ നിന്നൊക്കെ ആ ഷെല്ലൊക്കെ പൊളിച്ച് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ഓൾറെഡി മറ്റാ 2 പേരിൽ മനസ്സ് കൊടുത്തത് കൊണ്ട് ഇങ്ങോട്ട് വരാൻ എനിക്ക് കുറച്ച് സമയം എടുക്കും. സിനിമ ഫോക്കസ് ചെയ്യുന്നുണ്ട്, സിനിമയിൽ ഒരുപാട് കാലമായിട്ടുണ്ട്. പക്ഷെ നമ്മൾ വിചാരിക്കുന്ന തരത്തിലുള്ള ഒരു ക്യാരക്ടർ ഇനിയും വരാനുണ്ടെന്ന് നമ്മുടെ മനസ്സിനകത്ത് തോന്നും. അത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ ഡിസ്കഷനൊക്കെ നടക്കണുണ്ടോ? അതായത് ആരെടുത്തെങ്കിലും സുഹൃത്തുക്കൾ ആരെങ്കിലും സിനിമ ചെയ്യുന്നതോ? ഇല്ല, അങ്ങനെയൊന്നും അങ്ങനെ അതൊരു മോശം കാര്യമല്ല എന്ന് ആദ്യമേ തന്നെ പറയട്ടെ. പക്ഷെ എനിക്കതിനൊരു കഴിവില്ല എന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. എന്നുവെച്ചാ ഒരു ഡിസ്കഷനിൽ പങ്കെടുക്കാം, അല്ലെങ്കിൽ ഇപ്പൊ എന്റെ സുഹൃത്തുക്കൾ ആരെങ്കിലും സിനിമ ചർച്ചകൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ വിളിച്ച് എന്തായി, സിനിമ എന്തായി, പടം എന്തായി, എന്തൊക്കെ ഡെവലപ്മെന്റ് ആയി എന്ന് പോലും ഞാൻ ചോദിക്കാറില്ല. അത് എനിക്ക് അതിന് അങ്ങനെ